അവ്യക്തനും ചിങ്കുവിനും ചെറുതായിട്ട് ജലദോഷം വന്നു തുടങ്ങിയപ്പോഴേ ഞാൻ മറ്റേ പച്ചമരുന്ന് ചതച്ചിടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടിക്കണതിന്റെ പിന്നാലെ തന്നെ അവർക്കും ഇടിക്കണമെന്ന്. ഏറ്റവും അവസാനം രണ്ടുപേരും കൂടി ഇരുന്ന് ഇടിക്കാനായിട്ടോടെ അവര് തന്നെ ഇടിച്ചെടുത്തു. നമ്മുടെ നിലംപരണ്ടയാണത്. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. അവ്യക്ത് തന്നെ എല്ലാം ചെയ്യണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഓംലെറ്റ് അടിച്ച് അവർക്കെന്നെ ഉണ്ടാക്കി കൊടുത്തു. 2 ഓംലെറ്റ് ആയിട്ടാണ് അടിച്ചു കൊടുത്തത് കേട്ടോ. അടുക്കള കേറേണ്ട താമസം. രണ്ടുപേരും അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, എപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. മരുന്നൊക്കെ കഴിച്ച് പാപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോയി. പക്ഷെ ശിശുദിനായിട്ട് ഒപ്പ് ശേഖരണം ഉണ്ടായി. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യായിരുന്നു. വന്നപ്പോ വറക്കാനായിട്ട് കായ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അത് കുറച്ചെടുത്ത് പുഴുങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് വെച്ചു കൊടുത്തു. ദോഷം ആയതുകൊണ്ട് തന്നെ അവ്യക്തിന് അംഗനവാടിയിൽ എത്തിയില്ല, തിരിച്ചു കൊണ്ടുവന്നു. ഏത്തക്കായ പുഴുങ്ങിയതും കട്ടൻ ചായയും കുടിച്ച് വയറും നിറച്ച് അങ്ങനെ ഇരുന്നു. ബാക്കി കുറച്ച് കായങ്ങൾ ഇരിക്കണ്ടേ. കായ കുറച്ച് പഴുത്തു തുടങ്ങിയായിരുന്നു. മഞ്ഞൾ വെള്ളമൊക്കെ റെഡിയാക്കി അതിലേക്ക് വറുക്കാനായിട്ട് നന്നാക്കി അരിഞ്ഞൊക്കെ സെറ്റാക്കി. മക്കളെ എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് സഹായിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അവര് തന്നെ എല്ലാം ചെയ്യണം, അമ്മ ഒന്നും ചെയ്യണ്ടെന്നാ പറയുന്നത്. അങ്ങനെ കായ അരിഞ്ഞ് മാറ്റി തൊണ്ട് നമുക്ക് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് കായ അരിഞ്ഞത് വറുത്തു കോരി മാറ്റി വെച്ചു. അതിനിടയില് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ അമൃതം പൊടി വെറുതെ കഴിക്കാണ്. ഇതൊക്കെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. വെറുതെ എങ്ങനെ അമൃതം പൊടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. കുറുക്കുണ്ടാക്കി കഴിക്കുന്നേക്കാളും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെറുതെ കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ പാലിലിട്ട് കഴിക്കും ചൂടെ. അങ്ങനെ എല്ലാ കായയും വറുത്ത് കോരി മാറ്റി. അപ്പോഴത്തേക്കും അവ്യക്തിനൊരു കൊറിയർ വന്നു. അവന്റെ വല്യമ്മ അവന് കളിക്കാനായിട്ട് ഡോക്ടറിന്റെ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തു. അത് വെച്ചായിരുന്നു പിന്നത്തെ കളി. ചിങ്കുന് സങ്കടാണ്. തിന്നിട്ടത് കാലുമ്മേ ഔത്തിന്റെ കാലുമ്മ തിന്നിട്ടത്. ഔത്തിന് സങ്കടാണ്. അയ്യോ കാലുമ്മ ദേ വാവ്. ഇവിടെ വാവ്, ഔത്തിന്റെ ഇവിടെ വാവ്. അയ്യോ വാവാണ്. വാവൊന്നും പരിശോധിച്ചേ. വാവടാ ഇതാണ് ചിഞ്ചമ്മ വാങ്ങിച്ചിരുന്ന ഡോക്ടറിന്റെ സെറ്റ് കളിക്കാനായിട്ട്. കൈയും കാലും പൊട്ടിയെന്നൊക്കെ മരുന്ന് വെച്ച് കെട്ടി. ഇനി ബോക്സ് പൊട്ടിപ്പോയി, അത് മരുന്ന് വെച്ച് തുണിയും വെച്ച് കെട്ടാണ്. ചെറുക്കൻ്റെ ഓരോരോ കാര്യങ്ങൾ അതും കെട്ടി വെച്ചിട്ടുണ്ട്. ടെറസിന്റെ മുകളിലെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ ചെമ്മീനും മെഴുക്കുവരട്ടിയായിട്ട് വെച്ചിരുന്നു. അതും കൂട്ടി ചോറുണ്ട്. വൈകുന്നേരം കിടന്നുറങ്ങി.